അസ്സാം വലൈക്കും, വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ്. ഈ ബാഗൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെൻ്റെ ഡെലിവറി വ്ളോഗാണെന്ന്. പക്ഷേ അല്ല, ഇത് എനിക്ക് കോൺട്രാക്ഷൻസ് വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുകയും ചെയ്ത് പിറ്റേ ദിവസം അതേപോലെ തന്നെ ഡിസ്ചാർജായി വന്നൊരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു വ്ളോഗാണ്. എന്തായാലും കഥ പറയാം. സമയം ഒരു 7-7:30. എൻ്റെ ഇത് ഡെലിവറി പെയിൻ ആണെന്നുള്ള ടെൻഷൻ കാരണം വീട്ടിലെല്ലാവരും ഓടുന്നു. വീട്ടിലെല്ലാവരും പാക്ക് ചെയ്ത സാധനങ്ങൾ പിന്നെയും പാക്ക് ചെയ്യുന്നു. ആകെ ബഹളമായിരുന്നു വീട്ടിൽ. പിന്നെ എൻ്റെ ഈ ഒരുക്കം കണ്ടതിന് വിചാരിക്കും എന്തോ കല്യാണത്തിന് പോകാമെന്ന്. എന്തൊക്കെ ആണെങ്കിലും നമ്മളെവിടെ പോകണേലും ഡെലിവറിക്കാണേലും നന്നായിട്ട് ഒരുങ്ങണമല്ലോ. അപ്പോൾ അതിനൊരു കുറവ് വരുത്തിയിട്ടില്ല. പിന്നെ നമ്മളെല്ലാം ബാഗെല്ലാം പാക്ക് ചെയ്ത് സെറ്റായിട്ട് അങ്ങോട്ട് ഇറങ്ങി. കാരണം നമ്മൾ കോട്ടക്കലാണ് ഹോസ്പിറ്റലിൽ വരുന്നത്. ഒരു 45 മിനിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെങ്കിലും എല്ലാവരോടും വലിയ കാര്യത്തിൽ ടാറ്റ ബൈ ബൈ, ഞാൻ പ്രസവിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് മെയിനായിട്ട് ഇറങ്ങിയതാണ്. എന്തായാലും ഇതിൻ്റെ ബാക്ക് സ്റ്റോറി പറയാം. എനിക്ക് ഫേക്ക് കോൺട്രാക്ഷൻസ് അല്ലെങ്കിൽ ബ്രാക്സ്റ്റൺ ഹിക്സ് കോൺട്രാക്ഷൻസ് വരാൻ തുടങ്ങിയിട്ട് തന്നെ കുറച്ചധികം ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അത് ഫേക്ക് കോൺട്രാക്ഷൻസ് ആണെന്നുള്ളത്. പക്ഷേ ഇത് ഈ പോയ ദിവസം ആക്ച്വലി പുലർച്ചെ തന്നെ എനിക്ക് പെയിന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 2:30 മുതൽ 5:30 വരെ എനിക്ക് മൈൽഡായിട്ടുള്ള കോൺട്രാക്ഷൻസ് വരലും എനിക്ക് പെയിനും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 5:30 ആയപ്പോൾ ഞാൻ തനിയെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. രാവിലെ പിന്നെയും പെയിൻ സ്റ്റാർട്ട് ചെയ്ത്. അതിലിടയ്ക്ക് ഞാൻ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുമ്പോൾ എനിക്ക് മാറുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ, ഓക്കെ ഇത് ഫേക്ക് ആണോ അതോ റിയൽ ലേബർ പെയിൻ ആണോ എന്നറിയാണ്ട് കുറേ കൺഫ്യൂഷൻ അടിച്ച് നിന്ന്. അതിലിടയ്ക്ക് ഉമ്മ ചോദിക്കുന്നുണ്ട്, മോളെ പോകണം, ഡോക്ടറെ അടുത്ത് പോകണം, ഹോസ്പിറ്റലിൽ പോകണം, അഡ്മിറ്റ് ആവണം എന്നൊക്കെ ചോദിക്കേണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കൺഫ്യൂഷൻ വൈകിട്ട് 6 മണി വരെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ ചെറുതായിട്ട് പെയിനൊക്കെ കൂടി വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ബാക്ക് പെയിനൊക്കെ ഇങ്ങനെ കൂടി വരുന്ന പോലെ. പിന്നെ എനിക്ക് ആകെ ടെൻഷനാകാൻ തുടങ്ങി. കാരണം ഹോസ്പിറ്റലിലേക്ക് കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി വഴിയിൽ വെച്ച് ഡെലിവറി ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു ടെൻഷൻ കാരണം എന്തായാലും റിസ്ക് എടുക്കേണ്ട വിചാരിച്ച് പോകാതിരിക്കുന്നതാണ്. പിന്നെ കാറിൽ നിന്നൊക്കെ സത്യം പറഞ്ഞാൽ പെയിൻ കൂടി വരുന്ന പോലെ ഇങ്ങനെ ഫീൽ ചെയ്തിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറയുന്നുണ്ട്, ഓക്കെ ഇത് റിയൽ ലേബർ പെയിൻ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇത് സെക്കൻഡ് ഡെലിവറി ആണെങ്കിലും സംഭവം എനിക്ക് ഫസ്റ്റത്തെ തീരെ ഓർമ്മയില്ല ഇങ്ങനെയായിരുന്നു പെയിൻ എന്നുള്ളതൊന്നും. യൂഷ്വലി എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. അതേപോലെ എനിക്കും ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഫോൾസ് കോൺട്രാക്ഷൻസ് ശരിക്കും നമുക്ക് വേറിട്ട് തന്നെ മനസ്സിലാവും. ഫോൾസ് കോൺട്രാക്ഷൻസ് ഒരു റെഗുലർ ഇൻ്റർവെൽസിലായിരിക്കില്ല വരുന്നുണ്ടാവുക. പിന്നെ നമ്മളൊന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുക, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിക്കഴിഞ്ഞാലൊക്കെ അത് മാറും. അങ്ങനെയാണ് ഫോൾസ് കോൺട്രാക്ഷൻസ് ഉണ്ടാവുക. പക്ഷേ റിയൽ ലേബർ പെയിൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു റെഗുലർ ഇൻ്റർവെൽസിൽ വരും. ഒരു 10 to 15 മിനിറ്റ്സിലൊക്കെ ചിലപ്പോൾ നമുക്ക് വരും. പിന്നെ അതുപോലെ തന്നെ അതിന് ഇൻറ്റൻസിറ്റി കൂടി വരും. പിന്നെ നമ്മൾ എത്ര റെസ്റ്റ് എടുത്താലും എത്ര ഹൈഡ്രേറ്റഡ് ആയിട്ടിരുന്നാലും അത് മാറില്ല. അങ്ങനെയാണ് റിയൽ ലേബർ പെയിൻ. ഇതൊക്കെ അറിഞ്ഞിട്ടും സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് റെസ്റ്റ് എടുത്തിട്ട് മാറുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെയും അത് കൂടി വരുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ എന്നെ നേരെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഒബ്വിയസ്ലി ഉമ്മ, ഉപ്പ, പിന്നെ എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു അക്സ, പിന്നെ എൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു റുക്സ. അവളാണ് മെയിനായിട്ട് വീഡിയോസൊക്കെ കവർ ചെയ്തിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ പോയ സമയത്ത് അവർ ലേബർ റൂമിന് പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ മോളാണ് ഭയങ്കര കുറച്ച് ടോയ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഭയങ്കര കൂളായിരുന്നു. ഫുള്ള് നടത്തം ആക്റ്റീവായിട്ട് കളിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ ഈ മദേഴ്സ് ഉള്ളപ്പോഴാണല്ലോ മക്കൾക്ക് വാശിയും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാവുക. ഇപ്പോൾ ഞാനില്ലെങ്കിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള കളി, കറക്റ്റ് സമയത്തിന് ഉറക്കം, ഫുഡ് എല്ലാം പ്രോപ്പറാണ്. ഞാൻ ഉണ്ടെങ്കിൽ അവൾക്ക് സത്യം പറഞ്ഞ പ്രശ്നമുള്ളൂ കേട്ടോ. ലേബർ റൂമിൽ ആദ്യം കുറച്ച് നേരം ഒബ്സർവേഷനിലായിരുന്നു. അത് കഴിഞ്ഞ് ഡ്യൂട്ടി ഡോക്ടർ വന്നതിന് ശേഷം ഡ്യൂട്ടി ഡോക്ടർ ജസ്റ്റ് PV ചെക്ക് ചെയ്തിട്ട് പറഞ്ഞ് ഡയലേഷനൊന്നും ആയിട്ടില്ല, ഹാർഡ് സർവീക്സ് ആണ്. ഒബ്വിയസ്ലി കാരണം ആയത്തിൻ്റെയും സെയിം ആണ് എൻ്റെ അടുത്ത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡയലേഷനൊന്നുമില്ല, ഹാർഡ് സർവീക്സ് ആണെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് കോൺട്രാക്ഷൻസ് നോക്കിയപ്പോൾ കോൺട്രാക്ഷൻസ് ഡോക്ടറിന് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഡ്യൂട്ടി ഡോക്ടർ എൻ്റെ ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ എനിക്ക് അനിമ തന്ന് വയറൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നോക്കി നോക്കാം പെയിൻ വരുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം. അതിന് ശേഷം പെയിൻ കൂടുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഡെലിവറി, ഇല്ലയെന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാമെന്ന്. വിച്ച് മീൻസ് ഞാൻ അന്ന് അവിടെ അഡ്മിറ്റഡ് ആവണം എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഡോക്ടർ പറഞ്ഞത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഞാൻ അന്ന് ലേബർ റൂമിലാണ് കിടക്കേണ്ടതെന്ന് പറഞ്ഞതായിരുന്നു. കാരണം ഫസ്റ്റ് തിങ് പറയാനാണെങ്കിൽ ഞാൻ ആയത്തുണ്ടായതിനു ശേഷം 1.5 വർഷമായിപ്പോൾ അവളായിട്ട് ഒരു ദിവസം പോലും ഞാൻ മാറിക്കിടന്നിട്ടില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമവും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടറെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിന് ശേഷം ഫാമിലി കണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റുവേഷനാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ എൻ്റെ മോളെ കണ്ടിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് നേരെ പിരിഞ്ഞിരുന്നിട്ടുള്ളൂ, എന്നാലും പെട്ടെന്ന് പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ ടെൻഷൻ അടിച്ച മുഖമാണ് കേട്ടോ. കാരണം ഞാൻ ഡെലിവറി ചെയ്യാൻ ഒട്ടും പ്രിപ്പയർ ആയിരുന്നില്ല അന്നത്തെ ദിവസം. പിന്നെ ലേബർ റൂമിൽ കയറിയിട്ട് കുറേ സൗണ്ടും ആൾക്കാർ ലേഡീസ് ഷൗട്ട് ചെയ്യണതും അത് അവർ പെയിൻസ് ടോളറേറ്റ് ചെയ്യാൻ പറ്റാണ്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ടെൻഷൻ. ആയത്തിൻ്റെതൊക്കെ ആണെന്നുണ്ടെങ്കിൽ തുള്ളി കളിച്ചിട്ടാണ് ലേബർ റൂമിൽ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിപ്പോൾ പെയിൻ അറിയാവുന്നതുകൊണ്ട് ആ ഒരു ടെൻഷൻ, പ്രസവിക്കണ്ടേന്ന് ആലോചിച്ച് ടെൻഷൻ.
ഞാനിത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ എന്താ പറഞ്ഞതെന്നൊക്കെയുള്ള അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. അതായത് ഇന്ന് അവിടെ എന്തായാലും അഡ്മിറ്റാണ്, പക്ഷെ ഞാൻ ഒബ്വിയസ്ലി ഞാൻ ലേബർ റൂമിലാണ് ഇന്ന് ഞാൻ നൈറ്റ് സ്പെൻഡ് ചെയ്യേണ്ടത്. അവർ അഡ്മിഷൻ എടുത്തിട്ട് ഒരു റൂമിലായിരിക്കും. ആൻഡ് പിന്നെ പിറ്റേ ദിവസം ഡോക്ടർ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് ചെയ്യും. ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ പെയിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി ആയിരിക്കും എന്നുള്ളത്. അങ്ങനെ ഞാൻ നേരെ ലേബർ റൂമിലേക്കും അവർ പിന്നെ റൂം എടുക്കേണ്ട കാര്യങ്ങളും പ്രൊസീജിയേഴ്സൊക്കെ ആയിട്ട് പോയി. പിന്നെ പെട്ടെന്ന് തന്നെ റൂം കിട്ടിയിരുന്നു. അങ്ങനെ ലഗേജസൊക്കെ ഇറക്കി വെച്ച് റൂമിൽ ഫുള്ള് അവരങ്ങ് സെറ്റിലായി. പിന്നെ ആക്ച്വലി അജുവിൻ്റെ ഉമ്മ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതായത് അവിടെ എത്തിയിട്ട് ഡോക്ടർ എന്താ പറയുന്നത് നോക്കി അഡ്മിറ്റൊക്കെ ഉണ്ടോ നോക്കിയിട്ട് വരാമെന്നുള്ള പ്ലാനിലായിരുന്നു. പിന്നെ അഡ്മിറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ അവിടെ നിന്ന് പുറപ്പെട്ടു. ഓൾമോസ്റ്റ് എത്താനായതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഡോക്ടർ പറയുന്നത് ഇനി എന്തെങ്കിലും ഉണ്ടാകും നോക്കിയിട്ട് കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ നാളെ ഡിസ്ചാർജ് ചെയ്യുക എന്നുള്ളത് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ആക്ച്വലി അജുനമ്മ വരണ്ടേയിരുന്നില്ല ഇത്രയും ദൂരം വെറുതെ ട്രാവൽ ചെയ്തിട്ട്. ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഡെലിവറി ഉണ്ടെങ്കിൽ തന്നെ നാളായിരിക്കുമല്ലോ എന്നുള്ളത് എനിക്ക് തോന്നിയത്. അജുവിൻ്റെ ഉമ്മ എന്നെ ലേബർ റൂമിൽ കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മക്ക് വേണമെങ്കിൽ പോയിക്കോ, ലൈക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നാളെ ആയിരിക്കുമല്ലോ. പിന്നെ ഹെൽപ്പിനാണെന്നുണ്ടെങ്കിൽ എൻ്റെ സിസ്റ്ററും കസിൻ സിസ്റ്ററും എല്ലാവരും ഉണ്ട്. സോ അതുകൊണ്ട് ഉമ്മ വേണമെങ്കിൽ പോയിക്കോ പറഞ്ഞപ്പോൾ ഉമ്മ പോകാമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ എൻ്റെ 2 ഫാമിലീസും പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചു. അവരങ്ങനെ പിരിഞ്ഞിട്ടോ. പിന്നെ ഈ കാണുന്നതാണ് എൻ്റെ 2 കസിൻസും പിന്നെ എൻ്റെ സിസ്റ്ററും. അവരുടെ ഷോ ആണ് കണ്ടത് ഇപ്പോൾ. പിന്നെ ഓക്കെ ഇവർ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ റൂമിൽ പോകാമെന്നുള്ള പ്ലാനാണ്. ഞാനെപ്പോഴും ലേബർ റൂമിൽ തന്നെ ആയിരുന്നു. അവിടെ ഞാൻ എല്ലാവരുടെയും പെയിനും എല്ലാം കണ്ടിട്ട് ഇങ്ങനെ പേടിച്ച് വരച്ചിരിക്കരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഓൾറെഡി എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ലേബർ റൂമിലും കൂടെ എത്തി അതൊക്കെ കണ്ടോടുകൂടി പിന്നെ തീരുമാനമായി എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തി കിട്ടിയാൽ മതിയെന്നായിരുന്നു. പിന്നെ ആക്ച്വലി ഞാൻ ലേബർ റൂമിൽ എത്തുമ്പോൾ തന്നെ എനിക്ക് നല്ല വിശന്നിട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഓക്കെ അനിമ ചെയ്തിട്ട് വാര് ക്ലീൻ ചെയ്തതിന് ശേഷം ചായയും വെണ്ണവും തരാം എന്നുള്ളത് പറഞ്ഞത്. ഓക്കെ അങ്ങനെ ഞാൻ ചായയും വെണ്ണം അനിമൊക്കെ ചെയ്ത് കഴിഞ്ഞ് ചായയും വെണ്ണം അങ്ങനെ കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ലേബർ റൂമിലായിരിക്കും അന്നത്തെ നൈറ്റ് സ്പെൻഡ് ചെയ്യുക. അങ്ങനെ അന്ന് രാത്രി ആയത്ത് ഉണ്ടാവില്ല അവരുടെ കൂടെ ഉറങ്ങാൻ എന്നുള്ള ആ ഒരു തോട്ട് എനിക്ക് പെട്ടെന്ന് ഞാൻ ഈ ചായയും വെണ്ണം കഴിക്കുന്ന സമയത്ത് എനിക്ക് കയറി വന്നത്. അങ്ങനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഞാൻ കരയാൻ തുടങ്ങി. എനിക്ക് തീരെ കൺട്രോൾ കിട്ടുന്നില്ല. എനിക്കാണെങ്കിൽ അവിടെയുള്ള ആൾക്കാർ കാണുമോ അല്ലെങ്കിൽ നേഴ്സസ് കാണുമോ എന്നുള്ളൊരു ചെറുതായിട്ടൊരു ഓക്വേർഡ് ഫീലിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മാക്സിമം കണ്ണൊക്കെ പൊത്തിപ്പിടിച്ച് മുഖമൊക്കെ കാണാണ്ടാക്കിയിട്ടൊക്കെ കുറേ കരഞ്ഞു നോക്കി. ആ സമയത്ത് കറക്റ്റ് സമയത്ത് സിസ്റ്ററിൻ്റെ അടുത്ത് എന്തോ ചോദിക്കാൻ വേണ്ടി വരായിരുന്നു. അപ്പോൾ ഞാൻ കരയണ കണ്ടിട്ട് ഓക്കെ എന്ത് പറ്റി അവരുടെ വിചാരം ഓക്കെ എനിക്ക് ഡെലിവറി ചെയ്യാൻ ടെൻഷനായിട്ടോ അങ്ങനെ എന്തൊക്കെയോ ആണെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു അല്ല എനിക്ക് മൂത്ത മോളുണ്ട്, ആൾക്ക് 1.5 ആയിട്ടുള്ളൂ, ഞങ്ങളങ്ങനെ വേറിട്ട് നിന്നിട്ടില്ല ഒരു നൈറ്റ് പോലും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് പക്ഷേ അവരെന്നെ കുറേ സമാധാനിപ്പിച്ചിട്ടോ അതിനുശേഷം. എന്നിട്ടത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചധികം നേരം ഞാനിരുന്നങ്ങ് കരഞ്ഞ് തീർത്ത് എന്നിട്ട് പിന്നെ ഞാൻ കിടന്നുറങ്ങി. അങ്ങനെ പിറ്റേ ദിവസമായ കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. ആദ്യത്തെ ഭയങ്കര ആക്റ്റീവായിട്ട് ഓരോരുത്തർക്ക് നമ്മളെ വീട്ടിലുള്ളവർക്ക് തന്നെ വീഡിയോ കോളൊക്കെ ചെയ്ത് ഭയങ്കര ആക്റ്റീവായിട്ട് കോണി കയറി ഇറങ്ങാന്ന് പറഞ്ഞാൽ പിന്നെ അവളുടെ വീക്ക്നെസ്സാണ്. ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് പാവം എൻ്റെ കസിൻസ് അക്സയും റുക്സയും കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ആദ്യത്ത് ഉറങ്ങാൻ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഉറക്കത്തിനിടയിൽ എന്നിട്ട് എന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ അമ്മ എടുത്തിട്ട് പിന്നെ ഉറക്കിയെന്നൊക്കെ പറഞ്ഞ് ആൾക്ക് ആക്ച്വലി അങ്ങനെ ഒരു പതിവുണ്ട്. ഇടയ്ക്ക് ഉറക്കത്തിനിടയിൽ എണീറ്റിട്ട് ഞാൻ ഇല്ലേന്നൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് എണീറ്റിട്ട് വന്ന് നോക്കിയിട്ട് പിന്നെ അടുത്ത് വന്ന് കിടക്കും. അങ്ങനെ ഒരു പതിവ് ആൾക്കുണ്ട്. പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് ആൾ ഉറങ്ങി എണീറ്റ്. പിന്നെ ഇത് ഹോസ്പിറ്റലിലുള്ള ഒരു ചെറിയൊരു പ്ലേ ഏരിയ ആണ് കേട്ടോ. ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇവിടെ വന്ന് കളിക്കുക എന്നുള്ളത് ആൾ സ്ഥിരം പതിവാണ്. ലേബർ റൂമിൽ പിന്നെ ഞാൻ ഒരു പുലർച്ചെ തന്നെ എണീറ്റിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഉറക്കം കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും അങ്ങനെയൊക്കെ ആയിട്ട് നടക്കായിരുന്നു. പിന്നെ അവിടെയുള്ള ആൾക്കാരെ പെയിനും കണ്ട് സഹിക്കാൻ പറ്റാണ്ട് അവർക്ക് കുറേ പ്രാർത്ഥിച്ച് അവരിപ്പോൾ പ്രസവമൊക്കെ എളുപ്പമാക്കി കൊടുക്കണേന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ കിടക്കായിരുന്നു. പിന്നെ ഡോക്ടർ എത്താനൊരു 10-10:30 ആയി. ഡോക്ടർ വന്നിട്ട് പിന്നെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഡയലേഷനൊന്നുമില്ല, എന്തായാലും ഒന്ന് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കാനിങ്ങിന് വന്ന സീൻസാണ് ഈ കാണുന്നതൊക്കെ. എനിക്ക് ആയതിനെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ കൂടി വന്ന് ഐ വാസ് സോ ഹാപ്പി. രാത്രി കണ്ടിട്ടില്ലല്ലോ അങ്ങനെ. അപ്പോൾ അതിൻ്റെ സ്നേഹപ്രകടനങ്ങളാണ് ഈ കാണുന്നത് മൊത്തം. അങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ആക്ച്വലി അന്നത്തെ എൻ്റെ പ്രഗ്നൻസി അപ്ഡേറ്റ്സ് എന്തായിരുന്നെന്ന് പറയാം. ഞാൻ 36 വീക്സ് ആൻഡ് 2 days പ്രഗ്നൻ്റ് ആയിരുന്നു പോയ ദിവസം. ആൻഡ് ഞാൻ ഡയബറ്റിക് ആയിരുന്നു, മരുന്നൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല, ഡയറ്റ് ത്രൂ കൺട്രോൾ ചെയ്തിട്ട് പോവായിരുന്നു. അപ്പോൾ ലാസ്റ്റ് സ്കാനിങ് കഴിഞ്ഞ സമയത്ത്
കുട്ടിക്ക് ഗ്രോത്ത് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ February 9th ആണ് ഡ്യൂ ഡേറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഫസ്റ്റ് സ്കാനിങ്ങിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് February 23rd ആണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആക്ച്വലി അത് കുഴപ്പമില്ല, വേരിയേഷൻസ് കാണിക്കും, നോർമലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അന്നത്തെ സ്കാനിങ്ങിൽ ബേബി നല്ല വെയിറ്റ് ഫുൾ ടേം ആയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 3.3 3.4 kg ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു വെയിറ്റ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ, ഇനി നമുക്കൊരു അധികം വെയിറ്റ് ചെയ്യേണ്ട, ഒരു 1 വീക്കിനുള്ളിൽ തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാം, അതായത് February 3rd ഇനിയിപ്പോൾ പെയിൻ വന്നാലും ഇല്ലെങ്കിലും വന്നിട്ട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അതൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ എന്നെ റൂമിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു നേരെ. പിന്നെ ഇപ്പോൾ എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ കസിനാണ് കേട്ടോ, അവളാണ് ഇവിടുത്തെ നേഴ്സ്, മെയിനാണ് ഇവിടുത്തെ. പിന്നെ ഈ കിച്ചനെ കുറിച്ച് എനിക്ക് പറയണം. ഇതിലത്തെ എല്ലാ സാധനങ്ങളും എൻ്റെ കസിൻസും എൻ്റെ ഉമ്മയും കൂടിയിട്ട് എടുത്ത് അടിച്ചു മാറ്റി ബാഗിലിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റൂമിലെത്തിയപ്പോൾ കാണുന്ന കാഴ്ച, ഒരു ഭാഗത്ത് ആദ്യത്തെ നല്ല ഉറക്കം, ഒരു ഭാഗത്ത് എൻ്റെ കസിൻസ് ഉറങ്ങുക, ഉമ്മ ഉറങ്ങുക, എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ നമ്മൾ ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഈവനിങ്ങിലേക്ക് ആകുമ്പോഴത്തേക്കും ഡിസ്ചാർജ് ആവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഈവനിങ് ആയപ്പോഴത്തേക്കും പിന്നെ ഉപ്പ വീട്ടിൽ നിന്ന് വരികയാണ് ചെയ്തത് നമ്മൾ പിക്കാക്കാൻ. പിന്നെ എനിക്കൊരു കുറച്ചൊരു ഉച്ചയായപ്പോഴത്തേക്കും വിശന്നപ്പം ഞാൻ എന്ത് കഴിക്കും എന്ന് ആലോചിച്ചിട്ട് കുറേ കഞ്ഞിയും ചായയും ബണ്ണ് തന്നെ കഴിച്ചിട്ട് വയ്യാണ്ടായി. അപ്പോൾ ഞാനൊരു 2 ചപ്പാത്തിയും അതേപോലെ തന്നെ എന്തോ ഐ തിങ്ക് രാവിലെ അവിടെ വാങ്ങിച്ച കറി എന്തോ ബാക്കിയുണ്ടായിരുന്നു, അതും എനിക്കെന്തോ ചിക്കൻ 65 കഴിക്കാൻ തോന്നിയപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ ഞാനെന്തോ വലിയ യൂട്യൂബറാണെന്നുള്ള വിചാരത്തിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് അതിൽ പറയാൻ നോക്കിയതാണ്, പക്ഷേ എനിക്ക് നടന്നില്ല. പിന്നെ റൂമിൻ്റെ ഉള്ളിലും പോയിട്ട് കുറേ ട്രൈ ചെയ്ത്, പക്ഷേ അവിടെ എൻ്റെ കസിൻസും എല്ലാവരും ഉള്ളതുകൊണ്ട് എനിക്ക് വർത്തമാനം പറയാൻ പറ്റുന്നില്ല, എന്തോ ആങ്സൈറ്റി കയറിയിട്ട്. എൻ്റെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ഡിസ്ചാർജ് ആയപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 4 to 5 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്ന സമയത്തേക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് താഴെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ എല്ലാം എടുത്തിട്ട് പോകാൻ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. ഇന്ന് പ്രസവിക്കണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിൽ, ഇനി February 3rd നോക്കിയാൽ പോരെ എന്നുള്ള സമാധാനത്തിൽ ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഇപ്പോൾ എൻ്റെ പോലെ കൺഫ്യൂഷൻസ് വരുന്ന കുറേ പേരുണ്ടാവും, ഓക്കെ ഇത് റിയൽ ലേബർ പെയിൻ ആണോ അതോ ഫോൾസ് ആണോ എന്നുള്ളത് അറിയാണ്ട് ഉള്ളൊരു പ്രോബ്ലം. ഞാനാണെങ്കിൽ ChatGPT ചോദിച്ചിട്ട് അവസാനം ChatGPT എന്നെ കൈ ഒഴിഞ്ഞ അവസ്ഥയിലായിരുന്നു. കാരണം ഞാൻ ഓരോ പെയിൻ വരുമ്പോഴും ഇങ്ങനെ ഇതാണോ അല്ലെങ്കിൽ ഇതെന്താണ് എന്നുള്ള ചോദിച്ചിട്ട്. ഫോൾസ് കോൺട്രാക്ഷൻസ് എപ്പോഴും റെഗുലർ ഇൻ്റർവെൽസിലായിരിക്കില്ല, അതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ബട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട്, ചിലപ്പോൾ അത് റെഗുലർ ഇൻ്റർവെൽസിൽ വരാനും ചാൻസ് ഉണ്ട്. കാരണം എനിക്കങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് കൺഫ്യൂഷൻ അടിച്ചിട്ട് ഞാൻ വന്നത്. ബട്ട് വേറൊരു കാര്യം കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റെസ്റ്റ് എടുക്കുമ്പോൾ മാറുന്നുണ്ടായിരുന്നു, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നമുക്ക് ചിലപ്പോൾ റെഗുലർ ഇൻ്റർവെൽസിൽ വരുന്ന പോലൊക്കെ ഫീൽ ചെയ്യും പെയിന്, പക്ഷേ ദ മെയിൻ പോയിൻ്റ് ഈസ് ലൈക്ക് നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ മാറുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതായത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ് കിടന്ന് നോക്കുക. അപ്പം അത് മാറുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് ട്രൂ ലേബർ പെയിൻ, അത് ഫോൾസ് ലേബർ പെയിൻ ആണ്. അതിന് ബ്രാക്സ്റ്റൺ ഹിക്സ് കോൺട്രാക്ഷൻസ് എന്നും പറയും. ഈ സംഭവങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് ഡെലിവറിക്കേ ഇതൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ പെയിൻ എങ്ങനെ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫസ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആയവർക്കൊക്കെ എന്തായാലും ഉണ്ടാകുന്ന ഡൗട്ടാണ് എങ്ങനത്തെ പെയിൻ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ പെയിൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പീരിയഡ് ക്രാംസ് വരുന്ന പോലത്തെ പെയിൻ. കാരണം എനിക്കിപ്പോൾ സെക്കൻഡ് ഡെലിവറി ആക്ച്വലി ഇപ്പോൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കറക്റ്റ് മനസ്സിലായി, അത് ഫസ്റ്റത്തേന് ഞാൻ വേറെ ഏതോ ലോകത്തായിരുന്നു, എനിക്ക് ഓർമ്മ പോലും ഇല്ല പീരിയഡ് ക്രാംസ് പോലത്തെ പെയിനാണ് വന്നിരുന്നത്. എന്ത് പെയിനാണ് വന്നിരുന്നതെന്ന് എനിക്ക് അപ്പോഴും ഞാൻ റിയലൈസ് ചെയ്തിട്ടില്ല. അത് ആ പോയിന്റിലും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇത് എന്ത് പെയിനാണെന്നുള്ളത്, എന്തോ എനിക്ക് ഓർമ്മയില്ല ഒന്നും. പക്ഷേ എനിക്ക് കറക്റ്റ് ഓർമ്മയുണ്ട്, കറക്റ്റ് പീരിയഡ് ക്രാംസ് വരുന്ന പോലത്തെ പെയിൻ ഉണ്ടാവും. അതിന് ഇൻറ്റൻസിറ്റി ഇങ്ങനെ കൂടി വരും, അത് തണ്ടലേക്കും ബാക്കിലേക്കും. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ പീരിയഡ് ക്രാംസ് വരുന്നത് അതുപോലെ തന്നെ കറക്റ്റ് ആ ഫീലിംഗ് ആണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ഓരോ കോൺട്രാക്ഷൻസിലും. ഇതുപോലത്തെ ഫോൾസ് ആയിട്ടുള്ള കോൺട്രാക്ഷൻസ് വന്നാൽ ആരും ഹോസ്പിറ്റലിൽ പോകാണ്ടിരിക്കുക, പക്ഷേ ചെക്ക് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അവസാനം ആകെ സീനാവും. ജസ്റ്റ് റെസ്റ്റൊക്കെ എടുത്ത് നോക്കി നോക്കുക, എന്നിട്ടും മാറണില്ല, റെസ്റ്റ് എടുത്തിട്ടും മാറണില്ല, അത് കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ട്രൂ ലേബർ പെയിൻ. അപ്പോൾ തന്നെ വേഗം ഹോസ്പിറ്റലിലേക്ക് ഓടണം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്തിട്ട് വീട്ടിൽ തന്നെ കുത്തിരിക്കുക. ഓക്കെ, ഇതിൻ്റെ പോലെ ഇട്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടേണ്ട ആവശ്യമില്ല. സോ കമ്മിങ് ബാക്ക് ടു വീഡിയോ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
പിന്നെ അവസാനമായിട്ടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട് വരുന്നത് വടക്കേക്കാടാണ്. വടക്കേക്കാട് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയുന്നുണ്ടാവില്ല ഒബ്വിയസ്ലി. അപ്പോൾ ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ അറിയുണ്ടാവില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഗുരുവായൂർക്കൊക്കെ ഒരു 10 കിലോമീറ്റേഴ്സ് ഉള്ളൂ. എന്തായാലും വടക്കേക്കാട് എന്ന് പറയുമ്പോൾ അത് തൃശ്ശൂർ മലപ്പുറം ബോർഡറാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു ഇതെന്ന് പറയുന്നത് എന്തുകൊണ്ട് ഞാൻ മിംസ് കോട്ടക്കിൽ വന്നിട്ട് കാണിച്ചത് എനിക്ക് തൃശ്ശൂർ ഓർ എൽസ് നമ്മളടുത്തുള്ള ഏതെങ്കിലും കാണിച്ചൂടെ എന്നുള്ളത്. സംഭവം ഞാൻ ഇവിടെ ചൂസ് ചെയ്യാൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ ഹോസ്പിറ്റാലിറ്റി, ബെറ്റർ സർവീസസ് ആൻഡ് ബെറ്റർ ഫെസിലിറ്റീസ് എല്ലാം കൂടി, അതുപോലെ തന്നെ നഴ്സസിൻ്റെ ഉള്ള ബിഹേവിയർ എല്ലാതും നോക്കിയിട്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതിനാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ എല്ലാവർക്കും ഉള്ളൊരു ഇതാണ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണല്ലോ, അപ്പോൾ തൃശ്ശൂർ വല്ല ഹോസ്പിറ്റലിൽ കാണിച്ചാൽ പോരെ എന്നുള്ളത്. ആക്ച്വലി സ്പീക്കിംഗ് എൻ്റെ വീട്ടിൽ നിന്ന് ലൊക്കേഷൻ ഇട്ട് നോക്കുമ്പോൾ കോട്ടക്കൽക്കും അതേപോലെ തന്നെ തൃശ്ശൂർ പറഞ്ഞ ഉള്ള ഹോസ്പിറ്റൽസിൽക്കും ഓൾമോസ്റ്റ് സെയിം ഡിസ്റ്റൻസും കാര്യങ്ങളുമാണ്, കിലോമീറ്റേഴ്സും ടൈമൊക്കെ നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോൾ ആക്ച്വലി ഇങ്ങോട്ടും സെയിം ആണ് ഡിസ്റ്റൻസ് വരുന്നത്. പക്ഷേ എല്ലാവരും എപ്പോഴും മൈൻഡിലെടുക്കുക ഓക്കെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ് അപ്പോൾ തൃശ്ശൂർ കാണിച്ചൂടെ എന്നുള്ള സംഭവമാണ് എല്ലാവർക്കും പോവുക. തൃശ്ശൂർക്കുള്ള റോഡും സുഖമില്ലാത്തതുകൊണ്ട് നമുക്കിവിടെ ഹൈവേ ഉള്ളതുകൊണ്ട് ആക്ച്വലി ഞങ്ങൾക്ക് ഇതാണ് ഒന്നും കൂടി എളുപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ. പിന്നെ എപ്പോഴും എല്ലാവരും ലോജിക്കലി തിങ്ക് ചെയ്യണമെന്നില്ലല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കണം. എനിവേയ്സ് നമ്മളെപ്പോഴും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ചെയ്യുക എന്നുള്ളതാണ്. എനിവേയ്സ് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ അല്ലെങ്കിൽ എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എല്ലാവരും ചെയ്യട്ടെ അല്ലേ. സോ ലെറ്റ്സ് ചൂസ് കൈൻഡ്നെസ് ഓൾവേസ്. അപ്പോൾ അതും കൂടി പറഞ്ഞിട്ട് ബൈ സി യു ഗൈസ്. നെക്സ്റ്റ് എന്തായാലും ഇൻഷാ അല്ലാഹ് ബർത്ത് വ്ളോഗായിട്ട് വരുന്നതാണ്. ബൈ സി യു.